Shalom and welcome everyone here to another episode of Voice of Our Life. നമ്മൾ ഹീബ്രു അക്ഷരമാലയിൽ 22 അക്ഷരങ്ങളും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഹീബ്രുവിൽ ആകെ 22 അക്ഷരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അവയിൽ 5 പ്രത്യേക അക്ഷരങ്ങൾ വാക്കിൻ്റെ അവസാനം വന്നാൽ മാത്രം മറ്റൊരു രൂപത്തിൽ എഴുതപ്പെടും. അവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവയെ സോഫിഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫൈനൽ ഫോംസ് എന്നാണ് വിളിക്കുന്നത്. സോഫ് എന്നത് ഹീബ്രുവിൽ അവസാനം എൻഡ് എന്നാണ്. അതുകൊണ്ടാണ് ഇവയെ ഫൈനൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പിക്ചറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 5 അക്ഷരങ്ങളാണ് സോഫിഡ് ലെറ്റേഴ്സ്. അവയുടെ ഉച്ചാരണങ്ങളും അതുപോലെ തന്നെ അക്ഷരങ്ങൾ പോലെ ഒരുപോലെ തന്നെയാണ്. കഫ് സോഫിഡ്, മെയിം സോഫിഡ്, നൂൻ സോഫിഡ്, പേ സോഫിഡ്, സെയ്ഡ് സോഫിഡ് എന്നിവയൊക്കെയാണ്. ഇവ സാധാരണ രൂപത്തിൽ വാക്കിൻ്റെ തുടക്കത്തിലും മധ്യേയും വരാം. പക്ഷേ വാക്കിൻ്റെ അവസാനം വന്നാൽ മാത്രം സോഫിഡ് രൂപത്തിലാണ് എഴുതേണ്ടത്. ഈ 5 അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ മാറ്റമില്ല. സോഫിഡ് ലെറ്റേഴ്സ് ഉച്ചാരണത്തെ മാറ്റുന്നില്ല, രൂപം മാത്രം മാറുന്നു. അതുപോലെ അതിൻ്റെ ഫങ്ഷൻ, അതായത് അതിൻ്റെ വിഷ്വൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിലും മാറ്റം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവ ഗ്രന്ഥങ്ങളിലും വളരെ പ്രാധാന്യം നൽകുന്നവയാണ്. അതായത് ബൈബിളിൽ, മാനുസ്ക്രിപ്റ്റ്സ് എന്നിവയിൽ വരികളുടെ സമചിത്തതവും ക്രമസൗന്ദര്യവും നിലനിർത്താൻ വേണ്ടിയിട്ട് സോഫിഡ് ലെറ്റേഴ്സ് സഹായിക്കുന്നു. പ്രത്യേകിച്ച് കവിതാ ശൈലികളിലും പ്രവാചക വചനങ്ങളിലൊക്കെ അവയുടെ ലേഔട്ട് ബാലൻസിന് വേണ്ടിയിട്ട് ഫൈനൽ ലെറ്റേഴ്സ് പ്രാധാന്യമുള്ളതാണ്. ജൂയിഷ് ട്രഡീഷനിൽ ഫൈനൽ ലെറ്റേഴ്സ് രഹസ്യത്തിൻ്റെ അക്ഷരങ്ങൾ, ലെറ്റേഴ്സ് ഓഫ് മിസ്റ്ററി എന്ന് വിളിക്കുന്നു. ചില ഫൈനൽ ലെറ്റേഴ്സ് മെസ്സിയാനിക് പ്രൊഫീസസിലും പ്രത്യേക ആത്മീക സൂചനയായി കാണിക്കുന്നുണ്ട്. ഒന്നോടെയും പറയുകയാണ്, ഈ 5 അക്ഷരങ്ങളും വാക്കിൻ്റെ അവസാനം വന്നാൽ മാത്രമാണ് മറ്റൊരു രൂപം ഉണ്ടാവുക. ഇവ ഉച്ചാരണത്തിൽ മാറ്റമുണ്ടാക്കുന്നില്ല, പക്ഷേ എഴുത്തിൻ്റെ സൗന്ദര്യം, ക്രമസമത്വം അല്ലെങ്കിൽ അവയുടെ ഒരു ആത്മീയ പ്രതീകം അല്ലെങ്കിൽ അർത്ഥങ്ങൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഹീബ്രു അക്ഷരങ്ങൾക്ക് സംഖ്യാമൂല്യവും സാധാരണ 1 മുതൽ 400 വരെയാണ്. പക്ഷേ ഫൈനൽ ലെറ്റേഴ്സും കൂടി ഉപയോഗിച്ചാൽ 500 മുതൽ 900 വരെ വരുന്നുണ്ട്. മെലേക്ക്, ഷലോം, അമീൻ, കെസിഫ്, എറെക്സ് എന്നീ ഹീബ്രു വാക്കുകളുടെ അവസാനം സോഫിഡ് ലെറ്റേഴ്സാണ് എഴുതുന്നത്. സോഫിഡ് ലെറ്റേഴ്സ് ആദ്യകാലത്ത് ഇല്ലായിരുന്നു. പിന്നീട് പ്രവാചകന്മാരാണ് ഇവ ചെയ്തത്. ഇവയ്ക്ക് ദൈവികമായൊരു പ്രാചീന അർത്ഥമുണ്ട് എന്ന രഹസ്യം അവർ വിശ്വസിച്ചിരുന്നു. ഈ 5 ഫൈനൽ ലെറ്റേഴ്സും ഒരുമിച്ച് വായിക്കുമ്പോൾ മൻസിഫാച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഫൈനൽ ലെറ്റേഴ്സ് പ്രവാചകന്മാർ പറഞ്ഞത് ഇവ ദൈവിക രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ദൈവം തന്നതാണ് എന്നാണ് പ്രവാചകന്മാർ ഈ ഫൈനൽ ലെറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. സാധാരണ ലെറ്റേഴ്സ് ജനങ്ങൾക്ക് കൊടുത്തു. പക്ഷേ ഈ സോഫിഡ് ലെറ്റേഴ്സ് ദൈവം അവസാന കാലത്ത് വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളാണെന്നാണ് പ്രവാചകന്മാർ വിശ്വസിച്ചിരുന്നത്. ജൂയിഷ് ട്രഡീഷനിൽ സോഫിഡ് ലെറ്റേഴ്സ് മിശിഹായെക്കുറിച്ച് ഉള്ള രഹസ്യ സൂചനകളാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ചില അസാധാരണമായ രൂപങ്ങളും ഈ സോഫിഡ് ലെറ്റേഴ്സിനുണ്ട്. ഹീബ്രു ലോ പ്രകാരം സാധാരണ ഫൈനൽ ഫോം വാക്കിൻ്റെ അവസാനം മാത്രമാണ് വരാൻ പാടുള്ളൂ. എന്നാൽ ബൈബിളിൽ ഉദാഹരണത്തിന് യെശയ്യാ 9:6 വാക്കിൻ്റെ നടുവിൽ തന്നെ മെയിം സോഫിറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു ഗ്രാമാറ്റിക് മിസ്റ്ററി ആയിട്ടാണ് റബീസൊക്കെ കണ്ടിരുന്നത്. ഈ രഹസ്യത്തിൻ്റെ അക്ഷരങ്ങൾ സാധാരണ നിയമങ്ങൾ മറികടന്ന് ചിലപ്പോൾ അസാധാരണ സ്ഥാനങ്ങളിൽ വരുന്നു എന്ന് പറഞ്ഞു. റബിമാർ ഇവയെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തെ മറഞ്ഞിരിക്കുന്ന പദ്ധതികളുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, മെസ്സിയാവിൻ്റെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഒക്കെ സൂചിപ്പിക്കുന്നവയാണെന്നാണ്. യെശയ്യാ 9:6 ഹീബ്രു ബൈബിളിൽ ലേ മെർപ്പ എന്നൊരു വാക്കുണ്ട്. ആ വാക്കിൽ മേം നടുക്കാണ് വരുന്നത്. എന്നാൽ മേം തുറന്നതിനു പകരം മേം സോഫിറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ക്ലോസ്ഡ് മെയിം മിസ്റ്ററി, അതായത് ദൈവിക ജനനം അല്ലെങ്കിൽ മെസ്സിയാനിക് സീക്രട്ട് എന്നൊക്കെ പറയുന്നത്. തുറന്ന മേം തുറന്ന ഗർഭപാത്രം, അടച്ച മേം അടഞ്ഞ ഗർഭപാത്രമായിട്ട് താരതമ്യപ്പെടുത്തുന്നു.
അടച്ച മേം യേശുവിൻ്റെ കന്യാജനനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യർക്കായി വാഗ്ദാനം ചെയ്ത രക്ഷകൻ സാധാരണ മനുഷ്യജനനം വഴിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമാണ് ജനിച്ചത്. യേശയ്യാ 7:14 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതുകൊണ്ട് യേശയ്യാ 9:6 ഹീബ്രു ബൈബിളിൽ ഇടയ്ക്ക് വന്ന ക്ലോസ്ഡ് മേം ദൈവികമായി അടഞ്ഞ ഗർഭം തുറക്കാതെ തന്നെ ജനിച്ചു എന്ന് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ അടച്ച മേം ദൈവത്തിൻ്റെ രഹസ്യം. ഇന്നത്തെ പഠനത്തിൽ നമ്മൾ കണ്ടത് ഹീബ്രു ഭാഷയിലെ പ്രത്യേകതയായ സോഫിറ്റ് അക്ഷരങ്ങൾ അഥവാ ഫൈനൽ ലെറ്റേഴ്സാണ്. കഫ്, മേം, ന്യൂൻ, പേ, സാരെ എന്നിവയെല്ലാം ഒത്തുചേർന്നാൽ മൻസിപ്പാഷ് എന്നാണ് വിളിക്കുന്നത്. ഈ 5 അക്ഷരങ്ങൾ വാക്കിൻ്റെ അവസാനം വന്നാൽ മാത്രം വേറൊരു രൂപം സ്വീകരിക്കും. നബിമാരുടെ പരമ്പരാഗത പഠനത്തിൽ ഇവയെ രഹസ്യത്തിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ചിലപ്പോൾ ഈ അക്ഷരങ്ങൾ സാധാരണ നിയമം മറികടന്ന് വിചിത്രമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യേകിച്ച് യേശയ്യാ 9:6 നമ്മൾ കണ്ടതുപോലെ മേം സോഫിറ്റ് വാക്കിൻ്റെ നടുവിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത രഹസ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവസാനമായി നമ്മൾ പറയാൻ കഴിയുന്നത് സോഫിറ്റ് ലെറ്റേഴ്സ് വെറും ഭാഷാശാസ്ത്രത്തിൻ്റെ മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ അടയാളമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.